ഒക്ടോബർ 5 രക്തസാക്ഷികളായ വിശുദ്ധ പ്ലാസിഡിന്റെയും കൂട്ടരുടെയും തിരുനാൾ ആഘോഷിച്ച് ആഗോളസഭ. വിശുദ്ധ ബെനഡിക്റ്റ് സുബലോക്കോയിൽ താമസിക്കുമ്പോൾ നാട്ടുകാരിൽ പലരും തങ്ങളുടെ കുട്ടികളെ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് ഏൽപ്പിക്കാറുണ്ടായിരുന്നു. AD 522 മൗറൂസ് എന്ന പേരുള്ള ഒരു 12-കാരനും പ്ലാസിഡ് എന്ന പേരുള്ള ഒരു 7 വയസ്സുകാരനും വിശുദ്ധ ബെനഡിക്റ്റിന്റെ കൂടെ താമസിക്കാനിടയായി. ഒരു ദിവസം പ്ലാസിഡ് ആശ്രമത്തിനരികെയുള്ള കുളത്തിൽ വീഴുകയുണ്ടായി. മുറിയിൽ നിന്ന് കാര്യം ഗ്രഹിച്ച് വിശുദ്ധ ബെനഡിക്റ്റ് മൗറീസിനോട് ഓടിപ്പോയി പ്ലാസിഡിനെ രക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. മൗറീസ് ഓടിയെത്തിയപ്പോൾ പ്ലാസിഡ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. മൗറീസ് കുട്ടിയെ രക്ഷിച്ചു. വിശുദ്ധ ബെനഡിക്റ്റിന്റെ സംരക്ഷണത്തിൽ 2 കുട്ടികളും പുണ്യത്തിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നു. സന്തുഷ്ടനായ ബെനഡിക്റ്റ് AD 528 പ്ലാസിഡിനെ മൊന്തകസീനയിലേക്ക് കൊണ്ടുപോയി. മെസ്സീനായ്ക്ക് സമീപം വിശുദ്ധ ബെനഡിക്റ്റ് ഒരു പുതിയ ആശ്രമം സ്ഥാപിച്ചു. പ്ലാസിഡിനെ അതിന്റെ അധിപനായി നിയമിക്കുകയും ചെയ്തു. പുതിയ ആശ്രമത്തിന് വേണ്ട സ്ഥലം പ്ലാസിഡിന്റെ പിതാവ് ടെർട്ടുളു ദാനം ചെയ്തതാണ്. AD 541 പ്ലാസിഡ് തന്നെ മെഡിനായിൽ ഒരു ആശ്രമം സ്ഥാപിച്ചു. അന്ന് അദ്ദേഹത്തിന് 26 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. പ്രായശ്ചിത്തങ്ങളും ഏകാന്തതയുമാണ് സന്യാസത്തിന്റെ പ്രധാന ഘടകങ്ങളെന്ന് മനസ്സിലാക്കി പ്ലാസിഡ് ഈ ചൈതന്യം തന്റെ ആശ്രമങ്ങളിൽ സംരക്ഷിച്ചു പോന്നു. സിസിലിയയിൽ 4-5 കൊല്ലമേ ഇങ്ങനെ താമസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. AD 546 ആഫ്രിക്കൻ കാട്ടുജാതിക്കാർ സിസിലിയയിലേക്ക് കടന്ന ക്രിസ്തുമതത്തോടുള്ള വെറുപ്പ് നിമിത്തം പ്ലാസിഡിനെയും കൂട്ടുകാരെയും വാളിനിരയാക്കി. ആശ്രമത്തിന് തീ കൊളുത്തി. ആകെ 30 സന്യാസികളെയാണ് അവർ അന്ന് വധിച്ചത്. അവരിൽ പ്ലാസിഡിന്റെ 2 സഹോദരന്മാർ എവുറ്റിക്യൂസും വിക്ടോറിനോസും ഉൾപ്പെടുന്നു. അന്ന് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നിരുന്ന സ്വന്തം സഹോദരി ഫ്ലാവിയായും ദാരുണമായി കൊല്ലപ്പെട്ടു. രക്തസാക്ഷികളായ വിശുദ്ധ പ്ലാസിഡും കൂട്ടരുമേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.